ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുട്ട ബിരിയാണിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അടുപ്പ് കത്തിച്ചിട്ട് നമുക്കതിൽ ഒരു പ്രഷർ കുക്കർ വെക്കാം. ഇതുപോലെ പ്രഷർ അതിലെന്തെങ്കിലും വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞേക്കുക. കാരണം ഇല്ലെങ്കിൽ ചൂടായി വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഉദ്യോഗസ്ഥരാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിലോ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കോ ഒക്കെ വെറൈറ്റി ആയിട്ട് കൊടുത്തു വിടാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബിരിയാണിയാണ്. ഒത്തിരി സ്പൈസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് കുക്കർ ഏകദേശം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ചൂടായ ശേഷം നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കത് നെയ്യിലും തയ്യാറാക്കാം, ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് നെയ്യ് മുട്ട ബിരിയാണിയിൽ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു 4 സ്പൂൺ വരുന്ന രീതിയിലാണ് ബട്ടർ എടുത്തിരിക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചർ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്ക്വയറായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത രീതിയിലുള്ള ബട്ടറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ കുറച്ചും കൂടി അതിനകത്തൊരു വെള്ളമയമുണ്ട്. അപ്പോൾ അതൊന്ന് മാറട്ടെ. ഇപ്പോൾ മാറി ഉണ്ടോ, ഞാൻ ഈ രീതിയിലുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരണം. നിങ്ങളുടെ കയ്യിൽ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഭയങ്കര പാടാണ്. പക്ഷേ ബിരിയാണി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അതൊക്കെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യമേ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. എത്ര ഒണിയൻ വേണം, എത്ര ടൊമാറ്റോ വേണം, അല്ലെങ്കിൽ എത്ര പച്ചമുളക് വേണം, ഗാർലിക്ക്, അതുപോലെ ഇഞ്ചി, ഇവയെല്ലാം വൃത്തിയാക്കി ബോക്സിലാക്കി വെച്ചാൽ നമുക്ക് ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കെല്ലാം കൂടി എടുത്തിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ബട്ടർ നല്ലപോലെ മെൽട്ടായി കഴിഞ്ഞ് നമുക്കിതിനകത്തൊരു ബേ ലീഫ്, ഉണങ്ങിയ വഴണയില എന്ന് പറയും, ബേ ലീഫ് ഇട്ട് കൊടുക്കും. അതൊന്ന് ചെറുതായൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അത് മൂത്ത് വന്ന ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 4 വരെ കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളി കൂടുതൽ പെരുംജീരകം, ഒരുപാട് പെരുംജീരകമൊന്നും ആവശ്യമില്ല, ഒരു നുള്ളി പെരുംജീരകം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അത് ഒന്ന് മൂത്ത് വരണം. മൂത്ത ശേഷം മാത്രമേ നമ്മൾ ഇനി സവോള ചേർക്കാൻ പാടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ ഒരുപാട് റെസിപ്പീസ് യൂട്യൂബിലുണ്ട്. പിന്നെയും ഞാൻ എന്താ പറയേണ്ടത്, നമ്മൾ ഓരോ പ്രാവശ്യവും യൂട്യൂബിൽ നോക്കാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് സവോളയാണ്. അപ്പോൾ ഞാനിതൊരു മിക്സായിട്ടാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 ചെറിയ സവോള എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആണെങ്കിൽ ഒരു ബൗളിനകത്ത് അരിഞ്ഞതാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 20 ചുവന്നുള്ളിയും കൂടി വേണമെങ്കിൽ ചേർക്കാം, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. വഴന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കുക്കറാണ്, അപ്പോൾ അത് അടിക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നല്ലപോലെ വഴന്ന് ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആവണം, കാരമലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് വളരെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം കുറച്ച് ക്ഷമയോടെ ഇത് ഇളക്കേണ്ടി വരും. ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാനൊരു ടിപ്പുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു ആവശ്യത്തിന്. ഒരുപാട് ഉപ്പ് ആദ്യമേ ഇടണ്ട, ഒരു ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് നോക്കുക. അതിന് ശേഷം ലാസ്റ്റിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ബാക്കി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എത്ര നേരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഉള്ളിയുടെ കളറ് മാറുന്നിടം വരെ നമ്മളിത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. പക്ഷെ ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട, ഈ അളവിലുള്ള എണ്ണയിൽ തന്നെ കിടന്ന് അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാൻ വഴറ്റി എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്തതായിട്ട് ടൊമാറ്റോ ചേർക്കാം.
ഞാനിവിടെ 2 ടൊമാറ്റോ ആണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ ചെറിയ പീസസായിട്ട് നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും നല്ലപോലെ വഴണം. ഇതിൻ്റെ കൂടെ യോജിച്ച് നല്ലപോലെ വഴങ്ങണം. കുറച്ച് ടൈം എടുക്കും. അതും നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഓളം കാശ്മീരി ചില്ലി പൗഡർ. ഒരുപാട് എരി വേണ്ട, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. അതുപോലെ 4 പച്ചമുളക് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് മുളക് പൊടി മതി. പിന്നെ നമുക്ക് ഗരം മസാല. ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിൽ പൊടിച്ചതല്ല, ഇത് വേണ്ട, നരബറയുടെ ഗരം മസാലയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാല ചേർക്കാം. വീട്ടിൽ പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇവിടെ. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. തക്കാളിയുടെ നന്നായിട്ട് വഴലട്ടെ. ഇതിലേക്ക് ഈ സമയത്ത് ഒരു പിടി പുതിനയില, മല്ലിയില, അതിൻ്റെ കൂടെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുതിനയില കുറച്ച് മതി, മല്ലിയില കൂടുതലും. പിന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതും കൂടി നന്നായിട്ട് വഴന്ന് വരും. എരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാൻ ഒരു 4 പച്ചമുളക് ചേർത്തത് കൊണ്ടാണ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറായിട്ട് കുറച്ചത്. എരി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഈ മസാല നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കറിലായതുകൊണ്ട് നമുക്ക് ചിലപ്പം അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഞാൻ നേരത്തെ തന്നെ ഒരു ഉള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ അത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഈ മിക്സിങ്ങിനാണ്. കാരണം ഓരോന്നും നല്ലപോലെ വഴന്ന ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. അപ്പം ഇതിന് മാത്രമാണ് നമുക്ക് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പം ഇനി നമുക്ക് ഇച്ചിരി നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് എല്ലാം യോജിച്ചല്ല. ഇനി നമുക്കിതിലേക്ക് 4 മുതൽ 5 ടീസ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കാം. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 3 സ്പൂൺ വരെ ചേർത്താൽ മതി. കാരണം നമ്മൾ ടൊമാറ്റോ പുളിക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയ തൈരല്ല, വാങ്ങിച്ച തൈരാണ്, മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 4 മുതൽ 5 വരെ ചേർത്ത്. അപ്പം ഈ മസാലയ്ക്കകത്ത് ഇത് നല്ലപോലെ കിടന്ന് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അതുവരെ നമ്മളിതൊന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം.
തൈര് ചേർത്ത ശേഷം ഞാനിത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ തൈരും മറ്റ് മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലായി. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മുട്ടയാണ്. പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അതിന് മുമ്പ് ഈ മുട്ട ചേർക്കുന്നതിന് മുമ്പ് ഞാൻ നല്ലപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല ഒരു എന്താ പറയണത്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്, പുഴുങ്ങിയ മുട്ട. അതിൽ 3 എണ്ണമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി 2 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. മുട്ട നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. അത് നമ്മൾ കഴിക്കുന്ന ആൾക്കാരുടെ നമ്പർ നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ മുട്ട ചേർക്കുമ്പോഴേ നമുക്ക് പല വിധത്തിൽ ചേർക്കാം. ഞാൻ ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആ മസാലയൊക്കെ ഫ്ലേവറൊക്കെ ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ ചെല്ലും. ചിലരാണെങ്കിൽ മുട്ട നല്ലപോലെ വഴറ്റിയിട്ട് എണ്ണയിൽ വഴറ്റിയിട്ട് ചേർക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പുഴുങ്ങിയ മുട്ട നേരിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി തൈരും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം വളരെ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പം കുറച്ച് ഉപ്പ് കൂടി വേണം. എന്നാലും നമ്മൾ ഇതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയ ശേഷം മാത്രമേ അരിയിട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ മുട്ട മസാലയൊക്കെ ഒന്ന് മിക്സായി നല്ലപോലെ അതിലൊക്കെ ഒന്ന് പിടിച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിന് 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 3.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പം എന്താണ് 3.5 ഗ്ലാസ് വെള്ളം ചേർക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ബസുമതി റൈസിന് വേണ്ടത്. അപ്പോൾ 2 കപ്പ് അരിയാകുമ്പോൾ 4 ഗ്ലാസ് വെള്ളം വേണ്ടതാണ്. പക്ഷെ ഞാനിവിടെ 3.5 ഗ്ലാസ് ചേർത്തിട്ടുള്ളൂ. കാരണം എന്താണ്, 4 മുതൽ 5 ടീസ്പൂൺ വരെ ഞാൻ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് എടുക്കുന്നത്. അതുകൊണ്ടാണ് 3.5 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴഞ്ഞ രീതിയിലായി. ഇപ്പോൾ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ചും കൂടി വേണം. കാരണം എപ്പോഴും നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് മുൻപോട്ട് നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഉപ്പ് വാരി ഇടണം എന്നല്ല പറഞ്ഞു. ഉപ്പിൻ്റെ അളവ് കുറച്ച് മുൻപോട്ട് നിന്നാൽ റൈസ് ഇടുമ്പം അത് വെന്ത് വരുമ്പോൾ കറക്റ്റ് പാകമാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു സാധാരണ കറിയിലിടുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പിനേക്കാൾ ഒരല്പം കൂടി ഉപ്പ് മുൻപോട്ട് നിൽക്കത്തക്ക രീതിയിൽ ഇടുക. ഞാനിപ്പോൾ വീണ്ടും ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഉപ്പ് വേണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഉപ്പ് നമ്മളെങ്ങനെ നോക്കാം. ശരിക്കും പറഞ്ഞാൽ ബിരിയാണിക്ക് ഒരു നല്ല മണമാണ് കേട്ടോ. ഈ ബിരിയാണിക്ക് പുതിനയിലയുടെയും മല്ലിയിലയുടെയും പിന്നെ ഈ മസാലയുടെയും എല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലുണ്ട് അതിന്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം. വെള്ളം നല്ല പോലെ തിളയ്ക്കണം. നല്ല പോലെ തിളച്ച ശേഷം മാത്രം നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഒന്നുകിൽ ഇങ്ങനെ അടയ്ക്കാം, അല്ലെങ്കിൽ തിരിച്ചു വെച്ചിട്ടായാലും നമുക്ക് അടച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ അപ്പം തിരിച്ചു വെച്ച് അടച്ചു നോക്കട്ടെ. അപ്പം വെള്ളം നല്ല പോലെ തിളയ്ക്കട്ടെ. തിളച്ച ശേഷം നമുക്കിതിലേക്ക് അരിയിടാം. വെള്ളം തിളയ്ക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. എന്തായി നോക്കാം. കണ്ടോ, പോലെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് വേണം അരി ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. എന്നിട്ട് കുതിർത്ത് അത് ഊറ്റി ഇനി നമ്മൾ ഈ തിളച്ച് മറിയുന്ന വെള്ളത്തിനകത്തോട്ട് നമ്മുടെ മസാല കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും കുത്തി ഇളക്കരുത്. കുത്തി ഇളക്കിയാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ മുട്ടയിലൊക്കെ കൊണ്ട് ചിലപ്പോൾ ആ മുട്ടയൊക്കെ പൊട്ടിപ്പോകും. ഇല്ല, അത് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയല്ലേ. അപ്പം അരിയാണെങ്കിലും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നിടം വരെ നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പ് നോക്കിയതാണ്, എന്നാലും അരിയിലൊക്കെ പിടിക്കാനുള്ള ഉപ്പുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്, പുളിയുണ്ട്, എല്ലാ ബിരിയാണിയുടെ എല്ലാ ടേസ്റ്റും ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നല്ലപോലെ ഫ്ലെയിം കൂട്ടി വെക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ല പോലെ തിളയ്ക്കണം. തിളച്ച ശേഷം നമുക്ക് ഇത് അടച്ചിട്ടിട്ട് ഒരു 8-9 മിനിറ്റ് വരെ വേവിക്കാം. അപ്പോൾ അടച്ചിട്ട് വേവിക്കുമ്പോൾ, കുക്കർ വേവിക്കുമ്പോൾ വിസിലിടാൻ പാടില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല പോലെ തിള വരട്ടെ. വെള്ളം നല്ല പോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പരുവാകുമ്പോൾ ജസ്റ്റ് വീണ്ടും ഒന്നുകൂടെ നമ്മൾ തവി വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത്
അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലായിടവും മസാലയൊന്നും ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് വിസിൽ മാറ്റിയിട്ട് ഇതേപോലെ നമ്മൾ വാഷർ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 8 മുതൽ 9 മിനിറ്റ് വരെ നമുക്കിത് വേവിക്കാം. ഇത് വേവിച്ച ശേഷം 9 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെളിയിൽ വെക്കണം. ഒരു 15 മുതൽ 20 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളിത് തുറന്നു നോക്കാൻ പാടുള്ളൂ. അപ്പോഴത്തേക്ക് നല്ല ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിരുന്ന് ഇവിടെ വേവട്ടെ. 8-9 മിനിറ്റ് ശേഷമാണ് 15 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ഇനി നമുക്ക് ഈ ബിരിയാണി റെഡി ആയെന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് വേണം ഇളക്കി നോക്കാൻ. കണ്ടോ, അരിയൊക്കെ നല്ല പാകത്തിനാണ് വെന്തിട്ടുള്ളത്, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. അപ്പം നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോറ് സൈഡിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ സ്പൂൺ വെച്ചോ തവി വെച്ചോ ഇളക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകും, അല്ലെങ്കിൽ അതെല്ലാം കൂടി പൊട്ടി പോകും. അതുകൊണ്ട് ഫോർക്ക് വെച്ചിട്ട് ഒന്നേ തൊടാവുന്നത് അടിയിൽ നിന്ന് ചോറ് ഇളക്കി നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അടിയിൽ നിന്നൊക്കെ സൈഡിൽ നിന്നും അടിയിൽ നിന്നും ഒക്കെ ചോറ് നല്ല പോലെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലിടാം. ഞാൻ ഒരു ഉള്ളി പൊരിച്ചു വെച്ചിരുന്നല്ലോ, അപ്പോൾ അതിന് മുമ്പ് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇടാം. അപ്പം ഇത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഉള്ളി പൊരിച്ചു വെച്ചിരുന്നതിൻ്റെ പകുതി നമ്മൾ മസാലയ്ക്ക് ഇടത്, ബാക്കി പകുതിയാണെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ ഞാൻ പൊരിച്ചു വെച്ചിരുന്നു, അത് ചേർക്കാം. നിങ്ങളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള കാഷ്യൂനട്ടോ പിസ്തയോ ബദാമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരിങ്ങയും ചെറീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയും ടേസ്റ്റിന് വേണ്ടിയിട്ടുമൊക്കെ ചേർത്താണ്. ഇപ്പം നമ്മുടെ ബിരിയാണി കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല സൂപ്പറായിട്ടില്ലേ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു, ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.